നമ്മൾ വൈഖാനസത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠയെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നമ്മൾ കണ്ടു 3 രീതിയിൽ ക്ഷേത്രത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കാം. ധ്രുവബിംബം എന്ന് പറയുന്ന ബിംബത്തിൻ്റെ വിശേഷത്തെപ്പറ്റി. ഇരിക്കുന്നതായിട്ടോ നിൽക്കുന്നതായിട്ടോ കിടക്കുന്നതായിട്ടോ 3 രീതിയിൽ പ്രതിഷ്ഠിക്കാം. ഈ 3 രീതിയിൽ ഈ പ്രതിഷ്ഠയ്ക്ക് 4 തരത്തിലുള്ള ഭാവങ്ങളെയും നമ്മൾ കണ്ടു. യോഗം, ഭോഗം, വീരം, വിരഹം. യോഗഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ദേവനെ പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ, വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ, ആ വിഷ്ണുവിൻ്റെ കയ്യിൽ ശംഖും ചക്രവും ഉണ്ടായിരിക്കും. വീരഭാവത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ ശംഖ്, ചക്ര, ഗദ ഇവ ധരിച്ചിരിക്കുന്നവനായിരിക്കും. വിരഹഭാവത്തിലാണ് എങ്കിൽ അതിന് ആയുധങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയുമാണ് പ്രതിഷ്ഠയുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇതല്ലാതെ പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് പ്രതിഷ്ഠകൾ പരാമർശിച്ചിരിക്കുന്നത്. ഈ വൈഷ്ണവ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ക്രിയയാണ്. ഒരുപാട് സമയമെടുക്കുന്നതും അനവധി ദേവന്മാരോട് കൂടിയതുമാണ് ഈ പ്രതിഷ്ഠകൾ. അതിൽ ഈ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കും, വിഷ്ണുവിൻ്റെ പഞ്ചമൂർത്തികളെ പ്രതിഷ്ഠിക്കും, പഞ്ചമൂർത്തികളുടെ പരിവാരങ്ങളെ പ്രതിഷ്ഠിക്കും, വിവിധ മഹർഷിമാരെ പ്രതിഷ്ഠിക്കും, പല മൂർത്തികളെ പ്രതിഷ്ഠിക്കും. അങ്ങനെ ഓരോ ഗ്രന്ഥപ്രകാരവും അനവധി മൂർത്തികളെ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ വിധി ഉണ്ട്. അതിൽ നമ്മൾ കണ്ടു വിഷ്ണുവിന് പഞ്ചമൂർത്തികളാണ്. പഞ്ചമൂർത്തി സ്വരൂപനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതായത് വിഷ്ണു അടക്കം 5 മൂർത്തികൾ. വിഷ്ണു, പുരുഷൻ, സത്യൻ, അച്യുതൻ, അനിരുദ്ധൻ, ഇങ്ങനെ 5 മൂർത്തികൾ. ഈ 5 മൂർത്തികളെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതി ഖിലാധികാരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. നടുക്കിൽ വിഷ്ണു എന്ന് പറയുന്ന മൂർത്തി, വിഷ്ണു പരമപുരുഷനായിട്ടുള്ള വിഷ്ണു. അതിന് തൊട്ട് കിഴക്ക് ഭാഗത്ത് മുന്നിലായിട്ട് പുരുഷൻ, അതിന് തെക്ക് ഭാഗത്തായിട്ട് അച്യുതൻ, വിഷ്ണുവിൻ്റെ പുറകിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സത്യൻ, വടക്ക് ഭാഗത്തായിട്ട് അനിരുദ്ധൻ. ഇങ്ങനെ 5 ദിക്കുകളിലായിട്ട്, നടുക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇങ്ങനെ 5 ദിക്കുകളിലായിട്ടാണ് ഖിലാധികാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ദേവനെ, വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു രീതി പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ചെറിയ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്ന് മാത്രം. പദങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ, ഒരു ദേവൻ്റെ ശ്രീകോവിൽ നമ്മൾ വാസ്തുപ്രകാരം 4 ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കും. നടുക്കിലത്തേത്, ഈ 4 ഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ചതുരങ്ങളാണ്. അത് സമമായിട്ട് 4 രീതിയിൽ ഏത് അളവിലാണോ ശ്രീകോവിൽ പണിതിട്ടുള്ളത് അതേ അളവിന് പ്രൊപ്പോർഷനായിട്ട് 4ആയിട്ട് വിഭജിക്കും. അതിൽ നടുക്കിലുള്ള ഖണ്ഡത്തിനെ ബ്രഹ്മഖണ്ഡമെന്നും, പുറത്തുള്ള ഖണ്ഡത്തിനെ ദേവഖണ്ഡമെന്നും, അതിന് പുറത്തുള്ള ഖണ്ഡത്തിനെ അല്ലെങ്കിൽ പദത്തിനെ മനുഷ്യഖണ്ഡം എന്നും, അതിനും പുറത്തുള്ള പദത്തിനെ പിശാചപദം എന്നും പറയും. അപ്പോൾ അങ്ങനെ 4 പദങ്ങളായിട്ടാണ് വിഭജിക്കുക. അപ്പോൾ ഈ പദത്തിൽ കൃത്യമായിട്ട് ഏത് പദത്തിൽ എവിടെ വെക്കണം എന്നുള്ളത് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം വളരെ നിഷ്കർഷയോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ രീതിയിലാണ് ഓരോ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഖിലാധികാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലത്തെ പ്രതിഷ്ഠാ രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നടുക്ക് വിഷ്ണു, തൊട്ട് മുകളിലായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് പുരുഷൻ, തെക്ക് ഭാഗത്തായിട്ട് അച്യുതൻ, പടിഞ്ഞാറ് സത്യൻ, വടക്ക് അനിരുദ്ധൻ. ഇതുപോലെ ഏതാണ്ട് സമമായിട്ടുള്ളൊരു പ്രതിഷ്ഠാരീതിയാണ് കേരളീയ തന്ത്രഗ്രന്ഥമായിട്ടുള്ള, കേരളീയ വൈഷ്ണവ തന്ത്രഗ്രന്ഥമായിട്ടുള്ള വിഷ്ണു സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷ്ണു സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ പറയുന്ന രീതി ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു രീതിയാണ്. അതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഈ വിഷ്ണു സംഹിത എന്ന് പറയുന്നത് ഒരു പാഞ്ചരാത്ര ഗ്രന്ഥമാണ്. പക്ഷെ മറ്റ് പാഞ്ചരാത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ്
ചെറിയ വളരെ വ്യത്യസ്ത രീതികളോട് കൂടിയിട്ടാണ് ഇതിൽ പലതും പരാമർശിച്ചിട്ടുള്ളത്. ഇതിൽ പഞ്ചമൂർത്തികളെ പറ്റി പറയുന്നുണ്ട്. ആ പഞ്ചമൂർത്തികൾ നാരായണൻ, വാസുദേവൻ, സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. വാസുദേവ, സംകർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധൻ എന്ന് പറയുന്ന ചതുർമൂർത്തികളെ കൂടാതെ നാരായണൻ എന്ന് പറയുന്ന ഒരു മൂർത്തിയെയും കൂടെ കൂട്ടി 5 മൂർത്തികളാണ് പ്രധാനപ്പെട്ട മൂർത്തികളായിട്ട് ഈ വിഷ്ണു സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 5 മൂർത്തികളെ പ്രതിഷ്ഠിക്കേണ്ട രീതി അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാരായണൻ നടുക്ക്, വാസുദേവൻ കിഴക്ക്, സംകർഷണൻ തെക്ക്, പ്രദ്യുമ്നൻ പടിഞ്ഞാറ്, അനിരുദ്ധൻ വടക്ക്. അതായത് നാരായണന് ചുറ്റും 4 ദിക്കുകളിലായിട്ട് ബാക്കി 4 മൂർത്തികൾ. പിന്നെ 4 വർണ്ണങ്ങളിലുള്ള ആളുകൾക്ക്, 4 വർണ്ണക്കാർക്ക് 4 ദേവതകളെ പ്രധാനമായിട്ടാണ് ഇതിൻ്റെ പ്രതിഷ്ഠാക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നാരായണൻ, വാസുദേവൻ ഈ 2 മൂർത്തികൾ ബ്രാഹ്മണർക്ക് പ്രധാനമാണ്, ബ്രാഹ്മണ പ്രധാനമായിട്ടുള്ള മൂർത്തികളാണ്. അതായത് ബ്രാഹ്മണ നാരായണ വാസുദേവ സേവി എന്നാണ് വിഷ്ണു സംഹിതയുടെ വ്യാഖ്യാനമായിട്ടുള്ള ഹാരിണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രാഹ്മണൻ പൂജിക്കുന്നത് വാസുദേവനെയും നാരായണനെയും ആണ്. അങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണൻ പൂജിക്കുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാസങ്കല്പം എന്ന് പറയുന്നത് നാരായണൻ നടുക്കും, വാസുദേവൻ കിഴക്ക്, സംകർഷണൻ തെക്ക്, പ്രദ്യുമ്നൻ പടിഞ്ഞാറ്, അനിരുദ്ധൻ വടക്ക്. അതുപോലെ തന്നെ ബ്രാഹ്മണന് തന്നെ വാസുദേവൻ നടുക്ക്, നാരായണൻ കിഴക്ക്, സംകർഷണൻ തെക്ക്, പ്രദ്യുമ്നൻ പടിഞ്ഞാറ്, അനിരുദ്ധൻ വടക്ക്. ഈ 2 നാരായണ വാസുദേവന്മാർ ബ്രാഹ്മണർക്ക് പ്രധാനപ്പെട്ടവരാണ്. ഇനി ക്ഷത്രിയനാണ് പൂജിക്കുന്നത് എങ്കിൽ നടുക്ക് സംകർഷണനാണ്. അപ്പോൾ സംകർഷണൻ നടുക്ക്, സംകർഷണ ക്ഷത്രിയ സേവി എന്ന് വ്യാഖ്യാനം. ക്ഷത്രിയൻ സേവിക്കുന്നത് സംകർഷണ മൂർത്തി പ്രധാനമായിട്ടാണ്. അപ്പോൾ സംകർഷണൻ നടുക്കിൽ വരും, നാരായണൻ കിഴക്ക്, വാസുദേവൻ തെക്ക്, പ്രദ്യുമ്നൻ പടിഞ്ഞാറ്, അനിരുദ്ധൻ വടക്ക്. ഇനി വൈശ്യനാണ് പൂജിക്കുന്നത് എങ്കിൽ പ്രദ്യുമ്നൻ നടുക്ക് വരും. പ്രദ്യുമ്നൻ പ്രധാന മൂർത്തിയായിരിക്കും. വൈശ്യൻ എന്ന് പറയുന്നത് പ്രദ്യുമ്ന സേവി ആണ്. അപ്പോൾ പ്രദ്യുമ്നൻ നടുക്ക് വരും, നാരായണൻ കിഴക്ക്, വാസുദേവൻ തെക്ക്, സംകർഷണൻ പടിഞ്ഞാറ്, വടക്ക് അനിരുദ്ധൻ. ഇനി ശൂദ്രനാണ് പൂജിക്കുന്നത് എങ്കിൽ നടുക്ക് അനിരുദ്ധൻ, കിഴക്ക് നാരായണൻ, തെക്ക് വാസുദേവൻ, പടിഞ്ഞാറ് സംകർഷണൻ, വടക്ക് പ്രദ്യുമ്നൻ. ഇങ്ങനെ ഓരോ വർണ്ണക്കാർക്കും പ്രധാനമായിട്ടുള്ള ദേവതയെ നടുക്ക് വെച്ച് ബാക്കി 4 ദേവതകളെയും 4 ദിക്കുകളിൽ പൂജിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ ഈ വിഷ്ണു സംഹിതയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ വിഷ്ണു സംഹിത രീതിയിലുള്ള ഒരു ആരാധന ഇന്ന് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും പറ്റിയിട്ടുള്ള ഒരു ഈ റിച്വലിസ്റ്റിക് സ്റ്റഡി, കേരളത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ റിച്വൽസിനെ പറ്റിയിട്ടുള്ള, പൂജകളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അത് വളരെ വിശദമായിട്ട് തന്നെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവാന്തര വിഭാഗങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ഇത് ശരിക്കും ഇങ്ങനൊരു പ്രതിഷ്ഠാ സങ്കല്പം കേരളത്തിലുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 13-ാം നൂറ്റാണ്ടാണ് വിഷ്ണു സംഹിതയുടെ കാലഘട്ടം. 13-ാം നൂറ്റാണ്ടിന് ശേഷം ആണ് വിഷ്ണു സംഹിത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനൊരു പ്രതിഷ്ഠാക്രമം പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അത് കേരളത്തിൽ ഉടലെടുത്തതാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠാക്രമം പറയുന്നു എന്നുള്ളത് കൊണ്ട്
ഒരുപക്ഷെ ഇത് നിലവിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നമുക്ക് അതിന് വേണ്ട തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ഈ ഖിലാധികാരത്തിലെ പ്രതിഷ്ഠാക്രമത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓരോ വർണ്ണക്കാർക്കും പൂജിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഈ ശാസ്ത്രത്തിൽ ദേവതകളെ ഘടന ചെയ്തിട്ടുള്ളത്, ദേവതകളെ വിന്യസിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് വിശ്വക്സേന സംഹിത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അനിരുദ്ധൻ ശൂദ്രൻ എങ്ങനെ ശൂദ്രനായിട്ടുള്ള ഒരു ശൂദ്രവർണ്ണത്തിൽപ്പെട്ട ഒരാൾ അനിരുദ്ധനെ പ്രതിഷ്ഠിക്കാവുന്ന ക്രിയകൾ പറഞ്ഞിട്ടുണ്ട്. അനിരുദ്ധൻ എന്ന് പറയുന്ന ദേവതയെ, അതായത് പഞ്ചമൂർത്തികളിലെ അനിരുദ്ധനെ പ്രതിഷ്ഠിക്കേണ്ട ഒരു സമ്പ്രദായം വിശ്വക്സേന സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർണ്ണത്തിലുള്ള ആളുകൾക്കും ആരാധന നടത്താവുന്ന രീതിയിലുള്ള ഘടന ഈ ശാസ്ത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഇതാണ് ഈ പ്രതിഷ്ഠയുടെ ഒക്കെ ഒരു രീതി. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രധാന ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ ഈ സത്യാദി ബാക്കി 4 ദേവതകളെയും പ്രതിഷ്ഠിക്കുന്നത് കൂടാതെ ദശാവതാരങ്ങൾ തുടങ്ങി അനവധി മൂർത്തി വിശേഷങ്ങളെ പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായങ്ങളും ഈ വൈഖാനസ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അത് വളരെ വിപുലമായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള ക്രിയകളോട് കൂടിയിട്ടുള്ളതാണ്. അതിന് ഹോമം, അതിന് കലശപൂജകൾ, അതിന് കലശാഭിഷേകങ്ങൾ, ഇതൊക്കെ വേണം. ഇതൊക്കെ വളരെ വിശദീകരിച്ച് ഈ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെടുന്ന, ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ക്രിയകളെ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഈ ആരാധനകൾ മുഴുവൻ നടത്തുന്നത്. നിത്യപൂജകൾ തുടങ്ങി ആരാധനകളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി ഈ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം കൊണ്ട്, ഈ ദേവതാ പ്രതിഷ്ഠ കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതും ഈ ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫലം കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരണവും ഈ ശാസ്ത്രത്തിൽ കാണാം. വിമാനാർച്ചനാകല്പം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 33-ാം പടലത്തിൽ ഈ ക്ഷേത്രപ്രതിഷ്ഠ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. 4 വർണ്ണക്കാർക്ക്, ഈ ഓരോ വർണ്ണക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വിമാനാർച്ചനാകല്പം 33-ാമത്തെ പടലം. ഏവം യഹ് കുരുതേ ഭക്തിയ വിഷ്ണോഹ സ്ഥാപനം. ആരാണോ ഇപ്രകാരം മേൽപ്പറഞ്ഞ ക്രിയകളെല്ലാം, പ്രതിഷ്ഠാക്രിയകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഇപ്രകാരം ഈ പ്രതിഷ്ഠാക്രിയകളെല്ലാം ചെയ്താൽ ആരാണോ ചെയ്യുന്നത് അയാൾ ബ്രാഹ്മണനാണ് എങ്കിൽ, ബ്രാഹ്മണ ശ്രദ്ധാനസ്തസ്യ മനോവാക്കായകൃതം പാപം ക്ഷിപ്രം നശ്യതി. ബ്രാഹ്മണൻ്റെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കായം കൊണ്ടും ശരീരം കൊണ്ടും ചെയ്തപ്പെട്ട എല്ലാ പാപങ്ങളും എത്രയും പെട്ടെന്ന് നശിക്കുന്നു. സർവയജ്ഞഫലം ലബ്ധ്വാ സർവാൻ കാമാനവാപ്യ ദശപൂർവാൻ ദശാപരാൻ ആത്മാനം ചൈകവിംശതികം വിഷ്ണോർലോകം ഗമയിത്വാ തദ്വിഷ്ണോ പരമം സായുജ്യപദം പ്രാപ്നോതി. അതായത് എല്ലാ യജ്ഞങ്ങളും ചെയ്താൽ എന്ത് ഫലം സിദ്ധിക്കുന്നുവോ ആ ഫലത്തെയെല്ലാം അനുഭവിച്ച് വിഷ്ണുവിൻ്റെ ലോകത്തിലേക്ക് ഗമിച്ചതിന് ശേഷം വിഷ്ണുവിൻ്റെ പരമപദമായിട്ടുള്ള സായുജ്യപദം പ്രാപിക്കുന്നു. ഇത് ബ്രാഹ്മണൻ പ്രാപിക്കുന്നതാണ്. ഇനി അടുത്തത് ക്ഷത്രിയൻ. എന്താണ് ക്ഷത്രിയൻ? ഈ പ്രതിഷ്ഠ ചെയ്തത് എങ്കിൽ എന്താണ് ഫലം എന്നുള്ളതാണ്. ക്ഷത്രിയോ വിജയാം ശ്രിയം കീർത്തിം ച ലബ്ധ്വാ അന്യൂന അനേക കോശാക്ഷയബല സർവക്ഷത്രിയാഭിവന്ദ്യ സാഗരാന്താം മഹീം പ്രാപ്യ ചക്രവർത്തിർഭൂത്വാ വിഷ്ണോ സാരൂപ്യപദം പ്രാപ്നോതി. അതായത് ക്ഷത്രിയനാവട്ടെ വിജയാം ശ്രിയം കീർത്തിം ച ലബ്ധ്വാ, വിജയവും ശ്രീയും ഐശ്വര്യവും കീർത്തിയും ലഭിച്ചതിന് ശേഷം അന്യൂന അനേക കോശാക്ഷയബല, അതായത് വളരെ ഒട്ടും കുറഞ്ഞതല്ലാത്ത
അനേകം ആയിട്ടുള്ള കോശം എന്ന് പറഞ്ഞാൽ ഈ ഖജനാവ്, ധനം, അങ്ങനെ ധനത്തിനെ കിട്ടി. അങ്ങനെ ഒരുപാട് ധനമുണ്ടായി. എല്ലാ സർവ ക്ഷത്രിയ ആഭിവന്ധ്യ, എല്ലാ ക്ഷത്രിയന്മാരാലും വന്ദിക്കപ്പെട്ടവനായി. സാഗരാന്ത മഹീം പ്രാപ്യ, സാഗരം വരെയുള്ള ഭൂമിയെ പ്രാപിച്ചതിന് ശേഷം ചക്രവർത്തി ഭൂത്വ, ചക്രവർത്തിയായിട്ട് വിഷ്ണോഹോ സാരൂപ്യപദം പ്രാപ്നോതി, വിഷ്ണുവിൻ്റെ സാരൂപ്യം എന്ന് പറയുന്ന മോക്ഷപദത്തിനെ പ്രാപിക്കുന്നു. സാരൂപ്യ മോക്ഷപദങ്ങളെ പറ്റിയിട്ട് നമ്മളിതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇനി വൈശ്യൻ എന്താണ് ഈ പ്രതിഷ്ഠ ചെയ്താലുള്ള ഫലം എന്നാണ് പറയുന്നത് വൈശ്യോ ധനധാന്യ സമ്പൂർണ തേജസ്വി യശസ്വി പുത്രവാൻ പശുമാൻ പുണ്യമനോരഥപുരസ്യ സാമീപ്യപദം പ്രാപ്നോതി. അതായത് വൈശ്യനാവട്ടെ ധനധാന്യ സമ്പൂർണനായിട്ട്, തേജസ്വിയായിട്ട്, യശസ്വിയായിട്ട്, പുത്രവാനായിട്ട്, അനവധി സന്താനങ്ങളോടുകൂടിയവനായിട്ട്, പശുമാൻ, അനവധി സ്വത്തും പശുക്കളും, അങ്ങനെ അനവധി ധനധാന്യ സമൃദ്ധിയോട് കൂടിയിട്ട്, പുണ്യമനോരഥപുരസ്യ സാമീപ്യപദം പ്രാപ്നോതി, ഈ വിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലെ സാമീപ്യം എന്ന് പറയുന്ന മോക്ഷാവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോൾ സായുജ്യം, സാലോക്യം, സാമീപ്യം, ഇങ്ങനെ 3 മോക്ഷപദങ്ങൾ 3 വർണ്ണത്തിലുള്ള ആളുകൾക്കായി. ഇനി ശൂദ്രനാണ് ഇത് ചെയ്തത് എങ്കിൽ എന്താണ് സംഭവിക്കുക? ശൂദ്രനാണ് ഈ പ്രതിഷ്ഠ ചെയ്തതെങ്കിൽ ശൂദ്രനുള്ള ഫലം എന്താണ്? ശൂദ്ര സ്വകുലകേതു പ്രജാവാൻ തേജസ്വി യശസ്വി പശുമാൻ ഐഹികാൻ ഭോഗാനവാപ്യ വിഷ്ണോ സാലോക്യം പദം പ്രാപ്നോതി. അതായത് ഞാൻ നേരത്തെ സാലോക്യം എന്നാണ് പറഞ്ഞത്, സാലോക്യമല്ല, വൈശ്യൻ പ്രാപിക്കുന്നത് സാരൂപ്യമാണ്. 4മത്തേതാണ് സാലോക്യം. അപ്പോൾ ശൂദ്രനാണത് ചെയ്തതെങ്കിൽ സ്വകുലകേതു, അവനവൻ്റെ കുലത്തിനെ പ്രശസ്തനാക്കുന്ന രീതിയിൽ ഉയർന്ന്, പ്രജാവാൻ, അനവധി സന്താനങ്ങളോടുകൂടി, തേജസ്വി, തേജസ്സോടുകൂടി, യശസ്വി, യശസ്സോടുകൂടി, പശുമാൻ, നേരത്തെ പറഞ്ഞു അനവധി പശുക്കളോടുകൂടി, അനവധി സ്വത്തുക്കളോടുകൂടി, ഐഹികാൻ ഭോഗാനവാപ്യ, ഐഹികങ്ങളായിട്ടുള്ള, അതായത് ഈ ലോകത്ത് ഉള്ളതായിട്ടുള്ള എല്ലാ ഭോഗങ്ങളെയും അനുഭവിച്ച് വിഷ്ണോഹോ സാലൂക്യപദം പ്രാപ്നോതി, വിഷ്ണുവിൻ്റെ സാലോക്യം, വിഷ്ണുവിൻ്റെ ലോകത്ത് ചരിക്കുന്ന പദം എന്ന് പറയുന്ന മോക്ഷാവസ്ഥ, ആ പദത്തെ പ്രാപിക്കുന്നു. ഇനി പൊതുവായിട്ട് പറയാണ്, ഗ്രാമസ്യ രാഷ്ട്രസ്യ രാജ്ഞശ്ച ശാന്തിം ആരോഗ്യ ധനധാന്യായുർവൃദ്ധിം ച കുര്യാത്. ഈ ക്ഷേത്രപ്രതിഷ്ഠ, ഈ ക്ഷേത്രം എവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ട്, ഏത് ഗ്രാമത്തിലാണോ ഏത് പ്രദേശത്താണോ ആ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്, അവിടെ ആ ഗ്രാമത്തിൻ്റെ അഭിവൃദ്ധി, അതുമൂലം ആ രാഷ്ട്രത്തിൻ്റെ, പിന്നെ ആ രാഷ്ട്രം ഭരിക്കുന്നയാളുടെ, ഈ 3 ആളുകളുടെയും ശാന്തിം ആരോഗ്യ ധനധാന്യ ആയുർവൃദ്ധിം ച കുര്യാത്, ശാന്തി ഉണ്ടാകുന്നു. ഈ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കും ശാന്തി ഉണ്ടാകുന്നു, ആരോഗ്യം ഉണ്ടാകുന്നു, ധനധാന്യങ്ങൾ ഒരുപാടുണ്ടാകുന്നു, ആയുർവൃദ്ധിയും ഉണ്ടാകുന്നു. തസ്മാത് ഈ ദേവയജനം യഷ്ടവ്യമിതി വിജ്ഞായതേ. അതുകൊണ്ട് ഈ ദേവയജനം ചെയ്യേണ്ടതാകുന്നു. അതായത് ക്ഷേത്രപ്രതിഷ്ഠ തുടങ്ങി ഈ ക്ഷേത്രമൂർത്തിയെ പൂജിക്കേണ്ടതാകുന്നു എന്നർത്ഥം.